BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ഡോക്ടർ ട്രൈഡോസ് അദനോം ഗബ്രിയേസസുമായി കൂടിക്കാഴ്ച നടത്തി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ. ആരോഗ്യരംഗത്ത് രാജ്യം കൈവരിച്ച അപൂർവ നേട്ടങ്ങളെ ട്രൈഡോസ് അഭിനന്ദിച്ചു. ചികിത്സാ വൈവിധ്യങ്ങൾ വർദ്ധിപ്പിച്ചും കാര്യക്ഷമതയും സുസ്ഥിരതയും ഉറപ്പാക്കിയും ആരോഗ്യമേഖലയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയും രാജാവ് ഹമദ് ബിൻ ഈസ് അൽ ഖലീഫയുടെ വീക്ഷണങ്ങളും കിരീടാവകാശി ട്രൈഡോസുമായി പങ്കുവച്ചു. ദേശീയ വികസനത്തിന്റെ പ്രധാന തൂണായ ആരോഗ്യമേഖലയെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനുമുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങളെ കിരീടാവകാശി ചൂണ്ടിക്കാട്ടി. ശാസ്ത്ര സാങ്കേതിക പുരോഗതികൾ ഉൾക്കൊണ്ടുതന്നെ മികച്ച ആരോഗ്യ സംരക്ഷണവും മെഡിക്കൽ സേവനങ്ങളും നൽകുന്നതിനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയും കിരീടാവകാശി എടുത്തു പറഞ്ഞു. അന്താരാഷ്ട്ര ആരോഗ്യ സ്ഥാപനങ്ങളുമായും സംഘടനകളുമായും രാജ്യം അനുവർത്തിച്ചു പോരുന്ന പങ്കാളിത്തവും സഹകരണവും അതുവഴി ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കാനും സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്താനും കഴിയുന്നുണ്ടെന്നും കിരീടാവകാശി കൂട്ടിച്ചേർത്തു. രാജ്യത്തെ ആരോഗ്യമേഖലയിലെ നാഴികക്കല്ലായി മാറിയ അരിവാൾ രോഗ ചികിത്സയിലെ നേട്ടം തുടങ്ങിയ ആരോഗ്യരംഗത്തെ വിവിധ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ഇരുവരും ചർച്ച ചെയ്തു. US പുറത്ത് അരിവാൾ രോഗം അത്യാധുനിക സംവിധാനങ്ങളോടെ ഭേദമാകുന്ന ആദ്യ രാജ്യമായി മാറി. ആരോഗ്യമേഖലയിൽ അപൂർവ നേട്ടം ബഹ്റൈൻ കൈവരിച്ചിരുന്നു. ബഹ്റൈനിലെ ഓങ്കോളജി സെന്ററിൽ നടന്ന ജീൻ എഡിറ്റിംഗ് സാങ്കേതികവിദ്യയുടെയും മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയാണ് 24-കാരനായ സ്വദേശി യുവാവിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. ഈ അവസരത്തിൽ മികച്ച ഘടനാപരമായ പദ്ധതികളിലൂടെയും ശാസ്ത്രത്തിന്റെ ഒത്തൊരുമയിലൂടെയും രാജ്യത്തെ ആരോഗ്യരംഗം വളർത്തേണ്ടതിന്റെ ലക്ഷ്യവും പ്രാധാന്യവും കിരീടാവകാശി ചൂണ്ടിക്കാട്ടി. കൂടാതെ WHO സഹകരണത്തെക്കുറിച്ചും അത് വളർത്തേണ്ടതിന്റെ പ്രതിബദ്ധതയും അദ്ദേഹം ട്രൈഡോസിനെ അറിയിച്ചു. ലോകാരോഗ്യ സംഘടനയുമായി സഹകരണം ശക്തിപ്പെടുത്തുന്നതിലുള്ള രാജ്യ താൽപര്യത്തെ അഭിനന്ദിച്ച ഡയറക്ടർ ജനറൽ ബഹ്റൈന്റെ പുരോഗതിക്കായി ആശംസയും അറിയിച്ചു. ധനകാര്യമന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ അൽ ഖലീഫ, ആരോഗ്യമന്ത്രി ഡോക്ടർ ജലീല ബിൻ അൽ സയ്യിദ് ജവാദ് ഹസൻ എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കാളികളായി. സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്തതായി ആരോപിക്കപ്പെട്ട 5 പേരെ അറസ്റ്റ് ചെയ്തു. വേതന സഹായത്തിനും മറ്റ് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനും സാങ്കല്പിക ജീവനക്കാരെ സൃഷ്ടിച്ച് വ്യാജരേഖ സമർപ്പിച്ച സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷനെയും ലേബർ ഫണ്ടിനെയും വഞ്ചിച്ചു എന്നാണ് ആരോപണം. SIO ഓൺലൈൻ പോർട്ടൽ തെറ്റായ വിവരങ്ങൾ നൽകിയതിനും വ്യാജരേഖ നിർമ്മിച്ചതിനും ഇവർക്കെതിരെ കേസെടുത്തു. പ്രതികളെ ബിസിനസ് ഉടമകൾ എന്നാണ് പബ്ലിക് പ്രോസിക്യൂഷൻ വിശേഷിപ്പിച്ചത്. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ആന്റി കറപ്ഷൻ ആൻഡ് ഇക്കണോമിക് ആൻഡ് ഇലക്ട്രോണിക് സെക്യൂരിറ്റി എന്നിവർക്കൊപ്പം കേസിൽ സഹായിക്കാൻ ഒരു ഫോറൻസിക് വിദഗ്ധനെയും നിയമിച്ചു. ആരോപണ വിധേയർക്ക് യാത്രാവിലക്കും കൂടാതെ അവരുടെ സ്വത്തുക്കളും ബാങ്ക് അക്കൗണ്ടുകളും കണ്ടുകെട്ടുകയും ചെയ്തു. പിടിയിലായവരിൽ ഒരാൾ സമാന കേസിൽ മുൻപേ ശിക്ഷിക്കപ്പെട്ടയാളാണെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. സൈൻ ബഹ്റൈൻ സംഘടിപ്പിക്കുന്ന മെഗാ കോൺടെസ്റ്റ് 6ാം സീസണിലെ 4ാം വിജയിയെ തിരഞ്ഞെടുത്തു. സൈന മുഹമ്മദ് ജാഫറിനാണ് മെഗാ സമ്മാനമായ Audi A3 കാർ സമ്മാനമായി ലഭിച്ചത്. 2025 മെയ് 15 വരെയാണ് കോൺടെസ്റ്റ് നടക്കുക. സൈൻ ബഹ്റൈൻ ഉപഭോക്താക്കൾ ഫൈബർ, പോസ്റ്റ്പെയ്ഡ്, ഹോം ബ്രോഡ്ബാൻഡ്, മൊബൈൽ ബ്രോഡ്ബാൻഡ്, പ്രീപെയ്ഡ് പ്ലാനുകൾ എന്നിവയിൽ പുതിയ പ്ലാനുകൾ വാങ്ങുകയോ റീചാർജ് ചെയ്യുകയോ ചെയ്യുന്നതിലൂടെ നറുക്കെടുപ്പിൽ പങ്കെടുക്കാനാകും. സൈൻ മെഗാ കോൺടെസ്റ്റ് സബ്സ്ക്രൈബേഴ്സ് ചെയ്യുന്നതിലൂടെ വിജയ സാധ്യത വർദ്ധിക്കുകയും ചെയ്യും. പ്രതിദിനം 250 ദിനാർ ഉപയോഗിച്ച് പങ്കെടുക്കുന്നവർക്ക് 5 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും 100 MB സൗജന്യ ഡേറ്റയും ലഭിക്കും. അവിശ്വസനീയമായ സമ്മാനങ്ങൾ നേടാനായി eshop.bh.zain.com എന്ന വെബ്സൈറ്റ് വഴിയോ 36107999 എന്ന നമ്പറിലൂടെ വാട്സപ്പ് വഴിയോ നിങ്ങളുടെ പ്ലാൻ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുകയോ അപ്ഗ്രേഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പുതുക്കുകയോ ചെയ്യുക. അല്ലെങ്കിൽ ഏതെങ്കിലും സൈൻ ബഹ്റൈൻ ബ്രാഞ്ച് സന്ദർശിക്കുക. കഴിഞ്ഞ മാസം നാഷണൽ ബ്യൂറോ ഓഫ് റവന്യൂ നടത്തിയ പരിശോധനയിൽ 35 വാറ്റ് നികുതി നിയമലംഘനങ്ങൾ കണ്ടെത്തി. വാറ്റ് ഇൻവോയ്സുകൾ നൽകുന്ന വ്യവസ്ഥകൾ പാലിക്കാത്തതിന് 25ഉം വാറ്റും വിലയും കാണിക്കാത്തതിന് 4ഉം കാണാവുന്ന സ്ഥലത്ത് വാറ്റ് സർട്ടിഫിക്കറ്റ് പ്രദർശിപ്പിക്കാത്തതിന് 2ഉം വാറ്റ് ഇൻവോയ്സുകൾ നൽകാത്തതിനും സാധ്യതയുള്ള ഡിജിറ്റൽ സ്റ്റാമ്പ് ഇല്ലാതെ സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിനും 2ഉം വീതമാണ് നിയമലംഘനങ്ങൾ രജിസ്റ്റർ ചെയ്തത്. കണ്ടെത്തിയ ലംഘനങ്ങൾക്കെതിരെ പിഴ ചുമത്തിയിട്ടുണ്ട്. വാറ്റ്, എക്സൈസ്, തീരുവ എന്നിവയിൽ എല്ലാ നിയമങ്ങളും പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ NBRന്റെ കീഴിൽ നടക്കുന്ന ശ്രമങ്ങളുടെ ഭാഗമായാണ് പരിശോധനകൾ സംഘടിപ്പിച്ചത്. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതായി തെളിയിക്കപ്പെട്ടാൽ 5 വർഷം വരെ തടവും വാറ്റ് തുകയുടെ 3 ഇരട്ടിക്ക് തുല്യമായ പിഴയും ശിക്ഷയായി ലഭിച്ചേക്കാം. നികുതി ലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 8000-8001 എന്ന നമ്പറിലോ തവാസുൽ വഴിയോ റിപ്പോർട്ട് ചെയ്യണമെന്നും LBR ബന്ധപ്പെട്ടവരോട് അറിയിച്ചു.
ധനകാര്യമന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ അൽ ഖലീഫയെ സന്ദർശിച്ച ഇന്ത്യൻ അംബാസഡർ വിനോദ് കെ ജേക്കബ് ഇന്ത്യയും ബഹ്റൈനും തമ്മിലുള്ള ദീർഘകാലമായ ഉഭയകക്ഷി ബന്ധവും സാമ്പത്തിക മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങൾക്കും അവരുടെ പൗരന്മാർക്കും അഭിവൃദ്ധി കൈവരിക്കാൻ സഹായിക്കുന്ന പുതിയ പദ്ധതികളെ ശക്തിപ്പെടുത്തുന്നതിനായുള്ള നീക്കങ്ങളെക്കുറിച്ചും കൂടിക്കാഴ്ചയിൽ ഇരുവരും സംസാരിച്ചു. ഇന്ത്യയും ബഹ്റൈനും തമ്മിലുള്ള തുടർച്ചയായ സഹകരണത്തെ മന്ത്രി പ്രശംസിച്ചു. പരസ്പര താൽപര്യങ്ങളിലെ നേട്ടങ്ങൾക്കായി ഇരു രാജ്യങ്ങളുടെയും പ്രതിബദ്ധതയും മന്ത്രി എടുത്തു പറഞ്ഞു. സംസ്ഥാനത്തെ അനധികൃത ബോർഡുകൾ ഒരാഴ്ചയ്ക്കകം നീക്കണമെന്ന് ഹൈക്കോടതി. തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്കാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ അന്ത്യശാസനം. ഇത് സംബന്ധിച്ച കോടതി ഉത്തരവ് ഉൾപ്പെടുത്തിയ സർക്കുലർ 48 മണിക്കൂറിനകം എല്ലാ സെക്രട്ടറിമാർക്കും ലഭ്യമാക്കാൻ തദ്ദേശ ഭരണ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ഒരാഴ്ചയ്ക്ക് ശേഷമുണ്ടാകുന്ന പരാതികളിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരിൽ നിന്ന് പിഴ ഈടാക്കുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. ഹൈക്കോടതിയുടെ നിരന്തര ഇടപെടലുകളെ തുടർന്ന് തിരുവനന്തപുരം, കൊച്ചി നഗരങ്ങളിൽ ഫ്ലെക്സുകൾ കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ കൊല്ലം അടക്കം എല്ലാ മറ്റ് മേഖലകളിൽ രാഷ്ട്രീയക്കാരുടെയും സിനിമാക്കാരുടെയും ബോർഡുകൾ നിരവധിയുണ്ടെന്നും കോടതി വിലയിരുത്തി. തുടർന്നാണ് അനധികൃത ബോർഡുകൾ നീക്കാൻ അവസരം നൽകിയത്. ഇത് സംബന്ധിച്ച പരാതികൾ സമർപ്പിക്കുന്നതിന് പ്രത്യേക പോർട്ടൽ സജ്ജമാക്കുന്നതിന് സർക്കാർ നടപടികൾ ഫലപ്രദമായിട്ടില്ലെന്നും അമിക്കസ് ക്യൂറി ഹരീഷ് വാസുദേവൻ ചൂണ്ടിക്കാട്ടി. ഇത് സംബന്ധിച്ച വിശദീകരണത്തിന് അടുത്തയാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ തദ്ദേശ പ്രിൻസിപ്പൽ സെക്രട്ടറി ഓൺലൈനിൽ ഹാജരാകാനും കോടതി ആവശ്യപ്പെട്ടു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചതിന് ഉത്തരവാദികളായ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കില്ലെന്നും അസിസ്റ്റന്റ് ചീഫ് സെക്രട്ടറിയുടെ രണ്ടാമത്തെ സത്യവാങ്മൂലവും ഹൈക്കോടതി തള്ളി. നടപ്പാതയിൽ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സ്ഥാപിച്ച ബോർഡുമായി ബന്ധപ്പെട്ട അസിസ്റ്റന്റ് ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ സമർപ്പിച്ച സത്യവാങ്മൂലമാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വീണ്ടും തള്ളിയത്. സംഘടനയുടെ നേതാക്കളായ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കാനും പ്രഥമ ദൃഷ്ട്യാ വസ്തുതയില്ലെന്നും ഫ്ലക്സ് വെച്ചത് പ്രചാരണ ഏജൻസിയാണെന്ന് വിശദീകരിച്ചായിരുന്നു സത്യവാങ്മൂലം. കുറ്റക്കാരെ വെള്ളപൂശാനും കുറ്റകൃത്യത്തിന് നേരെ കണ്ണടയ്ക്കാനുമാണ് ശ്രമമെന്നും വിമർശിച്ച കോടതി പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സർക്കാരിന് ഒരു അവസരം കൂടി നൽകി. അച്ചടക്ക നടപടിയെപ്പറ്റി മൗനം പാലിച്ചതിന്റെ പേരിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ആദ്യ സത്യവാങ്മൂലം നേരത്തെ കോടതി നിരാകരിച്ചിരുന്നു. രണ്ടാമത്തെ സത്യവാങ്മൂലം തയ്യാറാക്കിയത് പോലീസ് റിപ്പോർട്ട് പോലും വയ്ക്കാതെ അതീവ ലാഘവത്തോടെയാണെന്നും കോടതി വിമർശിച്ചു. ബോർഡ് വയ്ക്കാൻ പറഞ്ഞത് എംപ്ലോയീസ് അസോസിയേഷന്റെ പ്രസിഡന്റും പണം കൈമാറിയത് സെക്രട്ടറിയുമാണെന്നും പോലീസ് റിപ്പോർട്ടിലുണ്ട്. ഈ വാർത്തയോടുകൂടി BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.